पति ब्रह्मचारी। മാമ മാമ എന്റെ ബോൾ ആ കൂടയ്ക്കത് പെട്ടുപോയി, അതൊന്ന് എടുത്തരാവോ? എന്റെ കൂട്ടുകാർ പുറത്ത് വെയിറ്റ് ചെയ്യാ, ഒന്ന് പെട്ടെന്ന് എടുക്ക് പ്ലീസ്. അവന്റെ ഒരു പ്ലീസ് ദാ ഈ ഒരു കല്ലുകൊണ്ട് ആ കൂടയിലേക്ക് ഉന്നം വെച്ച് വിട്ടോ, പന്ത് താഴേക്ക് വീണോളൂ. കണ്ണില്ല എന്റെ മാജിക്. താങ്ക് യു, ഇന്നത്തെ ദിവസം എനിക്ക് പൂ തന്നതിന്. നിനക്ക് ഇംഗ്ലീഷ് ഹോംവർക്ക് ചെയ്യണ്ടേ? അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ നിന്റെ ഈ ഫേവറേറ്റ് ആന്റിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാവോ? എന്താ? ഈ തെറ്റാലി പിടിച്ചു, എന്നിട്ട് നിന്റെ മാമനെ കൊണ്ട് ഉന്നം വെപ്പിക്കണം പ്ലീസ്. കാശ് തന്നാ മാത്രമേ ഞാൻ ഹെൽപ്പ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്നൊന്നും ഞാൻ സമ്മതിച്ചു തരുന്നതല്ല. ഇന്ന് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അണിഞ്ഞൊരുങ്ങാൻ കിട്ടണം. എനിക്ക് കിട്ടി മുല്ലപ്പൂ. ഇത് ചീറ്റിംഗാ, ഞാനിത് അറിഞ്ഞോണ്ട് ചെയ്തൊന്നുമല്ല. പെട്ടെന്ന് അവൻ പറഞ്ഞപ്പോ എന്നെ പിന്നെ അറിഞ്ഞുണ്ടാവട്ടെ, എനിക്ക് സന്തോഷാവും. എനിക്ക് എങ്ങോട്ടെങ്കിലും ഓടി പോവാൻ തോന്നുവാ. എന്നാ ഓടിപ്പോന്നേ, ആരാ പറഞ്ഞ വേണ്ടെന്ന്? ഞാൻ ഓടിപ്പോവാ, അതിന് തന്റെ പെർമിഷൻ ഒന്നും എനിക്ക് ആവശ്യമില്ല, മനസ്സിലായോ? സോറി, അത് കാല് പെട്ടെന്ന് സ്ലിപ്പായി. ഇല്ലില്ല, അത് വെള്ളമില്ല, റോസ് വാട്ടർ ആയിരുന്നു. എന്റെ ലാസ്റ്റ് മേക്കപ്പ് റോസ് വാട്ടർ. ഇനി ഞാൻ ചീറ്റ് ചെയ്തെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്റെ ഒരുക്കം മുഴുവനും പൂർത്തിയായി. ഇപ്പൊ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? മതി, നിർത്ത, ഒരുപാടായി. ഭർത്താവിന്റെ കൈ കൊണ്ട് തനിക്ക് മേക്കപ്പ് വേണോ അല്ലേ? ഇനി അണിഞ്ഞൊരുങ്ങലും പൂർത്തിയാവില്ല. ഈ പാദസരന്റെ മനസമാധാനം കെടുത്തിരിക്കുക. ഇനി ഇയാളിത് എങ്ങനെ ഇടുന്ന് എനിക്കൊന്ന് കാണണം. അയ്യോ, എന്റെ പാദസരം സൂരജ്. ഈ ദിവസം പൂജയിൽ പങ്കെടുത്ത് വ്രതം എടുക്കുവാണെങ്കിൽ മനസ്സിൽ ആഗ്രഹിച്ച വരം കിട്ടുമത്രേ. അങ്ങനെയാണെങ്കിൽ എനിക്കും. ഹലോ, ഇയാളെവിടെ? എന്താ ഇന്ന് വരാത്തെ? ഇയാൾ ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ശ്രാവണ മാസമല്ലേ, അപ്പോ അതിന്റെ പൂജ വീട്ടിൽ നടക്കാറുണ്ട്, അതുകൊണ്ടാ വരാതിരുന്നേ. ഒരു മിനിറ്റ്, ചാറ്റ് ബോക്സിൽ ഞാനൊരു കാര്യം അയച്ചിട്ടുണ്ടോ നോക്കി. ഇഷേട്ടത്തെയും പൂജയുടെ തയ്യാറെടുപ്പിൽ തന്നെയാ. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഈശ, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ബൈ ദ വേ, ഈ പൂജ എന്തിനാ ചെയ്യുന്നേ? അതായത് ഈ ദിവസം പെൺകുട്ടികള് വ്രതം എടുത്ത് ശിവനെ പൂജിക്കുക പതിവ്. എന്തിനാണെന്ന് വെച്ചാ അവർക്ക് അവരുടെ മനസ്സിനിണങ്ങിയ ലൈഫ് പാർട്ട്ണറിനെ കിട്ടാൻ വേണ്ടി. ഓക്കെ, അതിരിക്കട്ടെ. തനിക്ക് എങ്ങനെയുള്ള ആളെയാണ് വേണ്ടത്? എന്നെ പോലെയാണോ? അത് ഹലോ, ഞാൻ തമാശ പറഞ്ഞതാ, ടെൻഷനൊന്നും ആവണ്ട. അത് എനിക്കിപ്പോ പൂജയ്ക്ക് വേണ്ടി പോകാനുള്ളതാ. എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ. ഓക്കെ, ചെല്ല്. പിന്നെ താനില്ലാതെ ഭയങ്കര ബോറടി. വേറൊന്നുമല്ല, തന്നോട് സംസാരിച്ച ശീലമായി പോയില്ലേ. ഒരു കാര്യം കൂടി, പൂജ കഴിഞ്ഞിട്ട് തനിക്കൊന്ന് വരാൻ പറ്റുമോ പ്ലീസ്?
ആ, ശരി, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ബൈ. ഇത്ര നാണം കുണുങ്ങിക്കൊണ്ട് ആരോടെ സംസാരിക്കുന്നേ? ഇതങ്ങനെ പ്രത്യേകിച്ച് ആരുമല്ല. അമ്പടി കള്ളി, നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ? നീ എന്തൊക്കെയാ പറയുന്നേ? എടി ഭയങ്കരി, എന്നോട് തന്നെ വേണമെങ്കിൽ വിളിച്ചു കളി. ഞാനേ നിന്റെ ന്യൂ ഷൂസിന്റെ പ്രൈസ് കണ്ടായിരുന്നു. കണ്ടോ? നല്ല വിലയാണല്ലേ. പിടിച്ചപ്പോ നീ പുളിങ്കൊമ്പി തന്നെ കയറി പിടിച്ചല്ലേ? പിന്നെ ഒരു കാര്യം പറയട്ടെ, പക്ഷെ ഇത് കുറച്ച് ബോറിംഗ് ആണ്. ഇത്ര ലാഗേണ്ട കാര്യമില്ല കേട്ടോ. നീ ഒരു കാര്യം ചെയ്, അയാളുടെ നമ്പറിങ് താ. എന്റെ കഴിവ് കൊണ്ട് ഞാനൊരു കുരുക്കിട്ടങ്ങ് ഇരുത്തി തരാം. പിന്നെ എങ്ങോട്ട് വാശം പോവില്ല. എല്ലാ ആണുങ്ങളും ഒരുപോലെ അല്ല. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരുപോലെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ചില ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ സൗഹൃദവും വലിയ ഇഷ്ടമാണ്. എല്ലാ ആൺകുട്ടികളും സെയിം ആണ്. പെൺകുട്ടികൾ കുറച്ച് ടെൻഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവന്മാരുടെ തനി സ്വഭാവം പുറത്തു വരും. മനസ്സിലായോ? വാ വാ, ഇവിടെ ഇങ്ങനെ നിൽക്കാതെ പൂജയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇനിയിപ്പോ ആരവും ബാക്കിയുള്ള ആൺകുട്ടികളെ പോലെ ആയിരിക്കോ? ഇനിയാ കൊള്ളാലോ. അല്ലമ്മേ, അമ്മ ഇവൾക്ക് മരുമോളെ സ്ഥാനം കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മുടെ സൂരജും ഇവളും ഈഷ ഇങ്ങനെ കണ്ണും കണ്ണും നോക്കുന്ന എന്തിനാ? കണ്ടില്ലേ, ഇവര് രണ്ട് ഈ ലോകത്തൊന്നുമില്ല, മറ്റേതോ ലോകത്താ. ബിന്ദിയ ഒന്ന് വേഗം വാ, എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു? വാ. ഇരിക്കെ ധൈര്യമായിട്ടിരിക്കേ, പതുക്കെ. ഓക്കെ, ഇരുന്നല്ലോ. ഇരുന്നു. ശരി. സൂരജ്, ഈ ചടങ്ങ് ഭാര്യ ഭർത്താക്കന്മാരുടെ അല്ലേ? അപ്പൊ അവകാശം എനിക്കാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ബിന്ദിയെ കൊണ്ട് ഊഞ്ഞാലിരുത്തിയ. മനസ്സിലായില്ലേ? ഒരു മിനിറ്റ്. കാരണം ഞാനുണ്ടല്ലോ ഈ ബിന്ദിയെ നല്ലൊരു ശുഭമുഹൂർത്തം നോക്കി കല്യാണം കഴിക്കാൻ പോവുകയാണ്.
നിന്റെ കൈയൊന്ന് നീട്ടിയ നീട്ട്. ഇതിൽ നിന്ന് വരുന്ന കിലുക്കമുണ്ടല്ലോ, അത് നിന്റെ കാലിൽ നിന്നാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമാവും. എന്റെ വാസുദേവ, നീ അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞതല്ലേ, എന്റെ മകൻ സൂരജ് ഒരിക്കലും അവന്റെ ഭാര്യയുടെ സ്ഥാനം ഇവൾക്ക് കൊടുക്കില്ല. വലിയ ആളായിട്ട് വന്നിട്ട് എന്റെ മരുമകളാവാൻ നോക്കിയതാ. എന്ത് തോന്നിയവാസാ ഇത്? ഇങ്ങോട്ട് വാടാ. നിന്റെ വിവാഹം ഇഷയുമായി ഒരിക്കൽ കഴിഞ്ഞതാണ്. അല്ല, ഇഷ മാഡം ഞാനും തമ്മിൽ നടന്നത് കല്യാണമല്ല, അതൊരു കരാറായിരുന്നു. അതുകൊണ്ട് ഇവരെന്റെ ഭാര്യയല്ല, വെറും ഒരു ഡ്യൂട്ടി മാത്രമാണ്. ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല. എല്ലാരും കേട്ടല്ലോ, ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല. അയ്യോ, എടുത്ത് മാറ്റത്. നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചു, എന്നിട്ടിപ്പോ മറ്റൊരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കുന്നു. മറന്നുപോയോ എങ്ങനെയാ നമ്മുടെ വിവാഹം നടന്നത്? ഓർമ്മിപ്പിക്കണം. വേണ്ട പപ്പ, ഇങ്ങനൊന്നും ചെയ്യരുത്. ഇങ്ങനെയായിരുന്നില്ല എന്റെ കൈ കെട്ടിവെച്ചത്. ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ വലം വെച്ചതും. എന്റെ നെറ്റിയിൽ എല്ലാവരും കാണുക സിന്ദൂരം ചാർത്തിയിരുന്നു നിങ്ങൾ. എന്റെ കഴുത്തിൽ താനെയും അണിയിച്ചു. അങ്ങനെയാ ഞാൻ നിങ്ങളുടെ ഭാര്യയായത്. എന്താ എല്ലാം മറന്നുപോയോ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുമില്ല. എനിക്കതിനെ കുറിച്ച് ഓർമ്മയില്ല. അഥവാ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? നമ്മുടെ കല്യാണം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വിളിക്കേ.
ഇനി അഥവാ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പ്ലീസ് ഇങ്ങനെ കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്, മനസ്സിലായോ? ഈ സൂരജിനെന്താ വല്ല ഭ്രാന്തം പിടിച്ചോ കല്യാണം കഴിച്ചൊക്കെ മറക്കാനായിട്ട്? ഏട്ടത്തി, ലഡുവിന്റെ കാര്യം എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഉറപ്പായും സൂരജിന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്നാ. അതുകൊണ്ടാണ് രണ്ടാം വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നത്. സൂരജിന് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഈ വിവാഹ ബന്ധം വേണ്ടെന്ന് വെക്കാനും കഴിയില്ല. അപ്പൊ നിനക്ക് എപ്പോ എങ്ങനെ വേണമെങ്കിലും ബന്ധങ്ങളൊക്കെ വേർപെടുത്താം അല്ലേ? ആളുകളെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ നീ വേണ്ടെന്ന് വെച്ചു വന്ന ആ വിവാഹം ഇല്ലേ, ആ ബന്ധം ഉപേക്ഷിച്ചിട്ടാ നീ നിന്റെ ബോയ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയത്. അപ്പൊ അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയപ്പോ നീ തിരിച്ചു വരികയും ചെയ്തു. എന്റെ സൂരജിനെ പണയ വസ്തുവാക്കിയിട്ട് നീ ഇപ്പൊ കല്യാണ നാടകം കളിക്കുവാണല്ലേ? മതി ബിന്ദിയ, ഞങ്ങൾക്കിടയിൽ കയറി സംസാരിക്കാൻ നിനക്ക് ഒരു അർഹതയില്ല. ആ അർഹത നിനക്കുമില്ല. സൂരജുമായി ഒരു ബന്ധവും നിർബന്ധിച്ചുണ്ടാക്കാൻ പറ്റില്ല. അതിപ്പോ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും. പിന്നെ ഞാൻ നിങ്ങൾക്കിടയിൽ വന്നിട്ടില്ല. നീയാ നടുക്ക് വന്നിരിക്കുന്നേ, എന്റെയും സൂരജിന്റെയും നടുക്ക്. സൂരജ് കുട്ടിക്കാലം മുതലേ എന്റേത് മാത്രമായിരുന്നു. ഞാനും അവന് വിവാഹം കഴിക്കേണ്ടതായിരുന്നു. ഇന്ന് ഇഷ മഹാറാണിയുടെ സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞ് തകർന്ന് തരിപ്പണമാവാൻ പോവാ. കാലയ്ക്ക് ബിന്ദിയ. ശരി, നിങ്ങൾ ഈ വിവാഹം അംഗീകരിക്കുന്നില്ലല്ലേ? എന്നെ നിങ്ങളുടെ ഭാര്യയായിട്ടും അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇതെന്താ? സൂരജ്, ഈ താലി വെറും ഒരു മാലയല്ല, ഇതൊരു രക്ഷാകവചം കൂടിയാ. ഇതെല്ലാ ഭർത്താക്കന്മാരും സ്വന്തം ഭാര്യയുടെ കഴുത്തിൽ കെട്ടുമ്പോ അവർക്കൊരു വിശ്വാസം കൊടുക്കുക, അവരെ ഒരിക്കലും കൈവിടില്ലെന്നുള്ള വിശ്വാസം. അഥവാ നിങ്ങളല്ലേ ഇതെന്റെ കഴുത്തിൽ അണിയിച്ചതെങ്കിൽ പിന്നെ ആരായിരുന്നു? ഇതുപോലെ കറുത്ത മുത്ത് പതിപ്പിച്ച മാല മാർക്കറ്റിൽ ഒരുപാട് വാങ്ങാൻ കിട്ടും മാഡം. പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ഈ താലിയോ നിങ്ങളുമായിട്ടുള്ള കല്യാണ ബന്ധമോ എനിക്ക് ഒരു താല്പര്യമില്ല. കാരണം അതിന് ഒരർത്ഥവുമില്ല. പക്ഷെ സാർ പറഞ്ഞു വരുന്നത് അത് തന്നെ ചെയ്യേണ്ടി വരും സൂരജ്. അവൾ എന്റെ മകളാ, അവൾ അടിയറവ് പറയില്ല. അവൾ തകരണമെങ്കിൽ നീ അവളുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കേണ്ടി വരും. അതെ, നീ അവളുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കേണ്ടി വരും സൂരജ്. കാരണം അവൾക്ക് വിശ്വാസമാവണം. അവൾ ഏത് ബന്ധത്തെയാണോ പവിത്രമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടൊരു അർത്ഥവും ഇല്ലെന്ന് മനസ്സിലാക്കണം സൂരജ്. നിന്റെയും അവളുടെയും വിവാഹം ഇവിടെ ആരും തന്നെ കണ്ടിട്ടില്ല, ഒരൊറ്റ കുഞ്ഞു പോലും. നീ ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. നീ ഇഷയുടെ മുഖത്ത് നോക്കി പറയണം, അതായത് നീ മറ്റൊരു കുട്ടിയായ ബിന്ദിയെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. ഒരു ഗുണ്ട വന്നിരിക്കുന്നു, ഗുണ്ട. ഇയാൾ ഏത് പരിധി വരെ പോകുന്നു ഞാനൊന്ന് കാണട്ടെ. ഇത് കാന്താരി മുളക് കൊണ്ടുള്ള ചമ്മന്തിയാണെന്നാണ് വല്യമ്മ പറഞ്ഞത്. ഇത് കഴിക്കുമ്പോൾ തന്നെ മഹാറാണി ഇവിടുന്ന് ഓടിപ്പോയിക്കോളും. എന്നിട്ട് നേരെ ചെന്ന് സാറിന്റെ കാലിൽ വീണ് മാപ്പ് പറയും. ഇവളുണ്ടാക്കിയ കരിഞ്ഞ ചപ്പാത്തിയെ ഇവള് തന്നെ ഒറ്റയ്ക്ക് കഴിക്കട്ടെ. ഇവിടെ ഇത്രയും വൃത്തികേടാക്കി ഇട്ടത് ഇവള് തന്നെയല്ലേ, അതുകൊണ്ട് വൃത്തിയാക്കേണ്ടത് ഇവള് തന്നെയാ. അടുത്ത 2 ദിവസത്തിന് ശേഷം 11,580 രൂപ നീ കൊണ്ടുവന്നില്ലെങ്കിൽ നിന്റെ പെട്ടിയും കിടക്കയെടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പൊയ്ക്കോണം. സാറ് പറഞ്ഞത് ശരിയാ ഭഗവാനെ. ഇഷ മാഡത്തിന് ജീവിതകാലം മുഴുവൻ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഇഷ മാഡത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ബന്ധം വേർപെടുത്തിയേ മതിയാവും. അതിന് എന്ത് ചെയ്തിട്ടാണെങ്കിലും ഹൃദയം കല്ലാക്കിക്കൊണ്ട് തന്നെ ഇഷ മാഡത്തിന്റെ മനസ്സ് തകർക്കേണ്ടി വരും.
നീ എന്താ പറഞ്ഞേ? ഇഷമോളോട്ടുള്ള ജീവിതവും അവളുടെ താലിയും നിനക്ക് താല്പര്യമില്ലെന്ന് എന്തുദ്ദേശത്തിലാ നീ പറഞ്ഞേ? ഞാൻ സാക്ഷിയാടാ. ഈ കുട്ടിയെ വിവാഹം ചെയ്ത് നീ ഈ വീട്ടിൽ കൊണ്ടുവന്നതിന് ഞാൻ സാക്ഷിയാടാ. അതെ, ഞാൻ കൊണ്ടുവന്നിരുന്നു. എന്റെ അവസ്ഥ അതായതുകൊണ്ട്. കാരണം സാർ ഇവർക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ശിക്ഷ അതായിരുന്നു. ഇങ്ങനൊരു സ്ഥലത്ത് നിർത്തി സംസാരിച്ചാൽ ഇവർക്ക് ബുദ്ധി വരുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, ഞാനൊരു ബ്രഹ്മചാരിയാണ്. സ്ത്രീകളെ തൊടുന്നത് പോയിട്ട് നോക്കുന്നത് പോലും എനിക്ക് പാപത്തിന് സമമാണ്. അഥവാ ഞാൻ ഇവരെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തൊടാതെ ഞാൻ ഇവരുടെ നെറുകയിൽ എങ്ങനെയാണ് സിന്ദൂരം തൊട്ട് കൊടുത്തത്? കഴുത്തിലിട്ടിരിക്കുന്ന ഈ താലി ഞാൻ എങ്ങനെ കെട്ടി? ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അച്ഛൻ കണ്ടായിരുന്നോ? ഇവിടെ കൂടി നിൽക്കുന്ന ആരെങ്കിലും ഞാൻ ഇവരുടെ കൂടി മണ്ഡപത്തിലിരിക്കുന്നത് കണ്ടായിരുന്നോ? ഇതെന്റെ മുതലാളിയുടെ മകളാണ്. അഥവാ ഞങ്ങൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവരൊക്കെ കൈയും കെട്ടി നോക്കി നിൽക്കുമായിരുന്നോ? ഇവിടെ ആരും തന്നെ ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സാക്ഷികൾ ഉണ്ടായത്? ഞങ്ങൾ തമ്മിൽ വിവാഹമൊന്നും നടന്നിട്ടില്ല.